രമ്യ വരുന്ന രീതി ഷോപ്പിലെല്ലാവരും ഇപ്പോൾ ചർച്ചയാക്കിയിട്ടുണ്ട്. കാരണം നരച്ച് കീറാറായ വസ്ത്രങ്ങളും പൊട്ടാറായ ചെരുപ്പും പിന്നെ ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. മാത്രമല്ല ആഹാരമൊന്നും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിക്കുകയുമില്ല. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും മാറി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. രമ്യ ആരോടും ഒട്ടും അടുക്കുന്ന സ്വഭാവവുമില്ല. അടുക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാമായിരുന്നു. തങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിനും ആരോടും അടുപ്പമില്ല. എന്തിനാണോ താൻ വരുന്നത് ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ആ ഒരു ടൈപ്പ്. എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ സഹതാപമുണ്ട്. പക്ഷേ അവൾ താങ്കളോടൊന്ന് അടുത്തിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാമായിരുന്നു. എല്ലാവരും പരസ്പരം ചർച്ച ചെയ്തു. കുറച്ച് വസ്ത്രങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ വസ്ത്രങ്ങൾ വേണമെന്നങ്ങനെ ചോദിച്ചാൽ രമ്യ എങ്ങനെ പ്രതികരിക്കും എന്നതായിരുന്നു ഇവരുടെയൊക്കെ ടെൻഷൻ. താങ്കളുടെയൊക്കെ അധികം ഇട്ടിട്ടില്ലാത്ത വസ്ത്രങ്ങൾ കുറേ അടുക്കി വെച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ രമ്യയെ പോലുള്ള ആൾക്കാർക്ക് പാവം. പക്ഷേ രമ്യയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. രമ്യയുടെ ആ ഒരു പ്രതികരണത്തെ പേടിച്ചിട്ട് അവർക്കൊന്നും സഹായിക്കാനും പറ്റുന്നില്ല. മാനേജർ ഒരു ദിവസം രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യയോട് ഞാൻ പലതവണയായിട്ട് പറയുന്നു, കുറച്ചൊക്കെ വൃത്തിയായിട്ട് വരണം. വസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരണം. അന്നേരം അവളൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ രമ്യ ഇങ്ങനെ വരുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടി തുറന്നു പറയൂ. സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കാം. യാതൊരു പ്രശ്നവുമില്ല സാർ, അവൾ കോൺഫിഡൻസോടെ പറഞ്ഞു. അല്ല, തൻ്റെ വസ്ത്രധാരണ രീതിയെപ്പറ്റിയും എല്ലാം മൊത്തത്തിൽ ഇവിടെ ഒരു ചർച്ചാ വിഷയമാവുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാം ഓക്കെയാണ്, അവൾ പറഞ്ഞു. പിന്നെ മാനേജർക്കൊന്നും പറയാനില്ലായിരുന്നു. കാരണം അവൾ ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. എങ്കിൽ രമ്യ പൊയ്ക്കോളൂ, അദ്ദേഹം പറഞ്ഞു. രമ്യ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ഇത് എന്ത് തരം പെൺകുട്ടിയാണോ എന്തോ. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടിക്കാണെങ്കിൽ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തോ, അയാൾ സ്വയം പറഞ്ഞു. അങ്ങനെ അവൾ അവളുടെ ജോലി തുടർന്നു. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങാനും വൈകും. മണി 8 അവൾ ഇറങ്ങിയപ്പോൾ. 7:30 അവളുടെ ബസ്. ഇനി അങ്ങോട്ട് എങ്ങനെ പോകും? ബസ്സും ഇല്ല. 7:30 വരെയുള്ളൂ ഈ റൂട്ടിലോട്ടുള്ള ബസ്. അവൾ ഫോൺ എടുത്ത് മനോജിനെ വിളിച്ചു. ഒരു രക്ഷയുമില്ല, ഫോൺ എടുക്കുന്നില്ല. കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നു. ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നതില്ല. മനഃപൂർവ്വം എടുക്കാത്തയാണെന്ന് അവൾക്ക് തോന്നി. ആരോടാ ഒന്ന് സഹായം ചോദിക്കുന്നത്? ഓട്ടോറിക്ഷയിൽ അത്ര ദൂരം വരെ പോകാനുള്ള പൈസയും ഇല്ല. അവൾ നിന്ന് വലഞ്ഞു. ആരോടും സഹായം ചോദിക്കാനാ? അവൾ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. എങ്ങനെ പോവും? അവൾ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. പല വണ്ടികളും കടന്നു പോകുന്നുണ്ട്, കാറും ഓട്ടോറിക്ഷയും ഒക്കെ. പലരും തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇരുട്ടത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അവൾ അവിടെ നിന്ന് തന്നെ കരഞ്ഞു. അവളുടെ ചുട്ടുപൊള്ളുന്ന കണ്ണുനീർ അവളുടെ കൈകളിൽ വന്ന് വീണു. അവൾക്ക് ഹൃദയം തകരുന്നത് പോലെ തോന്നി. എന്ത് ഗതികെട്ട ജീവിതമാണ് തൻ്റേത്. ഇപ്പോൾ തനിക്ക് മൊത്തത്തിൽ ആരുമില്ലാത്ത അവസ്ഥയായല്ലോ. എങ്ങനെ താൻ ഇനി വീട്ടിൽ പോകും? അവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അവൾ ഹൃദയം തകർന്ന് കരഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു കാർ സ്ലോ ചെയ്ത് വരുന്നത് അവൾ കണ്ടു. അടുത്തെവിടെയോ നിർത്താനാണെന്ന് തോന്നി. അവൾ രണ്ടും കൽപ്പിച്ച് കൈ കാണിച്ചു. കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ആ കാർ നിന്നു. അവൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. കാറിൻ്റെ ഡോറിലെ ഗ്ലാസ് താഴ്ന്നു. അവൾ തല അകത്തേക്കിട്ടു. ഒരു ഹെൽപ്പ് ചെയ്യുമോ സാർ? അകത്ത് അധികം പ്രായമില്ലാത്ത ഒരാളിരിക്കുന്നു. എന്തു വേണം? എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു. ലാസ്റ്റ് ബസ് പോയി. ഇനി അങ്ങോട്ട് വണ്ടിയില്ല. വീട്ടിലാരുമില്ലേ? അയാൾ ചോദിച്ചു. ഹസ്ബൻഡ് ഉണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവൾ നിസ്സഹായതയോടെ പറഞ്ഞു. കുട്ടി ബാക്കിൽ കയറിക്കോളൂ, ഞാൻ ആക്കാം, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവൾ ബാക്കിൽ കയറി. അങ്ങനെ വീട്ടിൻ്റെ ഭാഗത്തായിട്ട് കാർ നിർത്തി. അവൾ കാറിൽ നിന്നിറങ്ങിയതും മനോജ് ബൈക്കിൽ വരുന്നു. മനോജ് അവൾ കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അവൻ്റെ മുഖം തീക്കട്ട പോലെ ചുവന്നു. അവനൊന്നും മിണ്ടാതെ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോയി. അവൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് അവളും താഴോട്ട് പോയി. വീട്ടിലെത്തിയതും മനോജ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഏതവൻ്റെ കാറിലാണ് നീ വന്നത്? ആരാണ് നിന്നെ കാറിൽ കൊണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. നീ കരയൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തൊന്ന് നോക്ക്. ഞാനൊരു പെണ്ണല്ലേ, ഞാൻ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് സഹായം ചോദിച്ചതാണ്. അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല, അവൾ അവളുടെ നിസ്സഹായത പറഞ്ഞു. ഇനിയിപ്പം നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, പണ്ടനാക്കാമെന്നൊന്നും കരുതണ്ട, മനോജ് പറഞ്ഞു.
അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. സഹായിക്കാനൊട്ട് വരികയുമില്ല. ആരെങ്കിലും സഹായിച്ചാൽ തനിക്ക് സമാധാനവും തരികയില്ല. അവൾ റൂമിനകത്തേക്ക് പോയി വസ്ത്രം പോലും മാറാതെ കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ മൈൻഡേ ചെയ്തില്ല. കുറേ നേരം കൂടി അവൻ അലച്ചു. അതിനുശേഷം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. എപ്പോഴോ അവൻ വന്ന് അടുത്ത് കിടന്നു. ഒരു ഉറക്കത്തിൽ അവൾ ഞെട്ടി ഉണർന്നപ്പോൾ അവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം അവൾ നോക്കിയപ്പോൾ 2 മണി. ഈ 2 മണി സമയത്തൊക്കെ ഇവൻ ആരോടാണ് ഫോണിൽ കുത്തുന്നതെന്നാണ് അവൾ ചിന്തിച്ചത്. ഇനി വല്ല ഗെയിമോ മറ്റോ കളിക്കുകയായിരിക്കും, അവൾ സ്വയം ആശ്വസിച്ചു. അങ്ങനെ വെളുപ്പാൻ രാവിലെ അവൾ എഴുന്നേറ്റു. ആഹാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്. മനോജ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ. ആ എന്താ? നീ കുറച്ച് പൈസ ചോദിക്കുമോ മാനേജറുടെ അടുത്ത്? എന്തിനി? ഇപ്പോൾ വയ്യായിക വന്നപ്പോൾ പൈസ വാങ്ങിച്ചതല്ലേ ഉള്ളൂ, ഇനി എന്തിനാ പൈസ? എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. നീ ഇന്നാളല്ലേ നിനക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചേ. ഇനി എപ്പോഴെപ്പോഴും പൈസ ചോദിക്കാൻ പറ്റുമോ? സാലറി വാങ്ങിക്കാനാണെങ്കിൽ ഒന്നും കാണത്തില്ല. ഏറെക്കുറെ പൈസ മുക്കാലും വാങ്ങിച്ചു കഴിഞ്ഞു. വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. ഇനി വീട്ടിലേക്ക് സാധനം വാങ്ങിക്കണ്ടേ? വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ പിന്നൊക്കെ നമുക്ക് മേടിക്കാം. നീ ഇപ്പോൾ തൽക്കാലം കുറച്ച് പൈസ എനിക്ക് മറിച്ച്, അല്ലെങ്കിൽ നിൻ്റെ സഹപ്രവർത്തകരാരെങ്കിലും അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. കുറച്ച് പൈസ തരാൻ പറ. എനിക്കാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ട്, അവൻ പറഞ്ഞു. അവൾക്ക് എന്തുവാ ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇപ്പോഴത്തെ അവൻ്റെ പ്രതികരണം. കാര്യം എന്ന് വെച്ചാൽ ഏത് സമയവും അവന് വായെടുത്ത് കഴിഞ്ഞാൽ പൈസ പൈസ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെയും താൻ പൈസ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കണം. അത് എവിടെ നിന്നാണെന്നൊന്നും അവനറിയണ്ട. ഒരു നാണമൊക്കെ വേണ്ടേ? കാര്യം എന്ന് വെച്ചാൽ പൈസ ഇപ്പോഴാണ് അങ്ങോട്ട് വാങ്ങിച്ചത്. വീണ്ടും വീണ്ടും ചെന്ന് അവരോട് പൈസ ചോദിക്കുമ്പോൾ അവർ തന്നെ എന്ത് വിചാരിക്കും? അവൾ സ്വയം വിചാരിച്ചു. ഇതിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗവുമില്ല. താൻ വീട്ടുകാരെക്കുറിച്ചൊന്നും ഇനി ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. അവരെല്ലാം തന്നെ തള്ളിക്കളഞ്ഞു. എന്തോ ചെയ്യാൻ അവൾ സ്വയം വിലപിച്ചു. അവൻ ദേഷിക്കുമ്പോൾ അവൾക്ക് പേടിയാണ്. അവൾ ഇല്ലാത്ത പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും. കാരണം അവൻ കൂടി കൈവിട്ടാൽ തനിക്ക് ആരുമില്ല. ആ ചിന്തയാണ് അവളെ എല്ലാം സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവൾ ഒന്നും മിണ്ടിയില്ല. നീ ചോദിക്കുവോ? അവൾ ഒന്നും മിണ്ടിയില്ല. എന്താ ചോദിക്കില്ലേ? ആ ചോദിക്കാം, അവൾ പറഞ്ഞു. നീ എങ്ങനെ ചെറു ചോദിക്കും? ആരെങ്കിലും എടുത്ത്? ഒന്നാമത് കൂട്ടുകാരോടൊന്നും താൻ സഹകരിച്ചാൽ പിന്നെ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ ആരോടും വലിയ അടുപ്പത്തിന് പോകാറില്ല. പിന്നെ ഞാൻ ആരോടെ പൈസ ചോദിക്കും? അവളുടെ മനസ്സിൽ മാനേജറുടെ മുഖം തെളിഞ്ഞു വന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അവൾ സ്വയം വിചാരിച്ചു. അങ്ങനെ അവൾ കടയിലേക്ക് പോയി. മനോജ് എങ്ങും പോയില്ല. അന്നത്തെ ദിവസം ഫുള്ള് വീട്ടിൽ തന്നെയായിരുന്നു. അവന് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ ചാറ്റിങ്ങും കറക്കവും ഒക്കെയാണ് ഇപ്പോൾ അവൻ്റെ ഹോബി. പ്രത്യേകിച്ച് ഒരു ജോലിക്കും പോവാതെ ഇങ്ങനെ സുഖിമാനായിട്ട് വീട്ടിൽ തന്നെ ചിലവഴിക്കുക. ചിലപ്പോഴൊക്കെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് 12 മണി വരെ പോവും രാത്രി. സ്വന്തം കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. അങ്ങനെ ഇരിക്കെ ഷോപ്പിൽ വെച്ച് രമ്യയ്ക്ക് വീണ്ടും തലകറക്കം വന്നു. പക്ഷേ വീണില്ല, നല്ല രീതിയിൽ തലകറക്കമുണ്ട്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കൂ, സഹപ്രവർത്തകർ പറഞ്ഞു. അവൾക്ക് എന്തോ ശരീരം കുഴയുന്ന കണക്ക് തോന്നി. ആഹാരത്തിൻ്റെ ആണെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അപ്പോഴാണ് അവളുടെ മനസ്സിൽ കൂടി ഒരു കാര്യം കടന്നുപോയത്. പീരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. താൻ ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സിൽ കൂടി ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. ഭഗവാനെ, ഈ കഷ്ടതകൾക്കിടയിൽ കൂടി താൻ ഇനി ഗർഭിണിയും കൂടെ ആയാൽ എന്ത് ചെയ്യും? പ്രഗ്നൻസി തന്നെയാണ് അവൾക്ക് മനസ്സിലായി. ഇനി ഇത് മനോജിനെ അറിയിക്കണമല്ലോ. അവൾക്ക് ആദ്യം ടെൻഷനും സങ്കടവും വിഷമവും ഒറ്റപ്പെടലും എല്ലാ വികാരവും കൂടി ഒരുമിച്ച് കടന്നു വന്നു. സന്തോഷിക്കാനുള്ള വകയാണെങ്കിലും പക്ഷേ താൻ എങ്ങനെ സന്തോഷിക്കും? താൻ മാത്രം സന്തോഷിച്ചിട്ട് എന്താണ് കാര്യം? തനിക്ക് ഈ കാര്യത്തിൽ ഒരു ഹെൽപ്പ് എന്നോണം മനോജിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. അവൾ സ്വയം ചിന്തിച്ചു. എന്ത് ചെയ്യാനാ? അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ ഇല്ലാഞ്ഞ കാരണം അവൾ പോയില്ല. പകരം ഒരു കാർഡ് വാങ്ങിച്ചു. പരിശോധിക്കണം. ആ റിസൾട്ട് മനോജിനെ കൊണ്ട് കാണിക്കണം. അങ്ങനെ മനോജിനെ ആ വിവരം അറിയിക്കാനായി അവൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇവിടെ വരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.